ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ റിവിഷൻ മോഡലാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ റിവിഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ പേജ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പേജും ഒന്ന് റിവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സഹായിക്കും. അതേപോലെ തന്നെ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനും നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ പേജ് വൈസ് റിവിഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം അറിയെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, BCE സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് BCE? BCEൻ്റെ ഫുൾ ഫോം എന്താണ്? ബിഫോർ ക്രൈസ്റ്റ് എറ, ബിഫോർ കോമൺ എറ, ബിഫോർ സിവിലൈസ്ഡ് ഇറ, ബിഫോർ സെഞ്ച്വറി ഇറ. അപ്പം കറക്റ്റ് ആൻസർ എന്താണ്? ബിഫോർ കോമൺ ഇറ. BCE എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ കോമൺ ഇറ. ഓക്കെ, ബിഫോർ കോമൺ ഇറ എന്നാണ് അർത്ഥം. ഓക്കെ, ഫുൾ ഫോം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്, അതിനോടായിട്ട് കണക്റ്റഡ് ആണ്. CE സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് CE എന്ന് പറഞ്ഞാൽ? CE എന്ന് പറഞ്ഞാൽ കോമൺ എർത്ത് ആണോ, കോമൺ ഇറ എന്നാണോ, സെഞ്ച്വറി ഇറ എന്നാണോ, ക്രൈസ്റ്റ് ഇറ എന്നാണോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും. ശരിയായ ആൻസർ കോമൺ ഇറ ആണ്. അപ്പോൾ BCE CE എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ബിഫോർ കോമൺ ഇറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ പ്രപ്പോസ്ഡ് ദ തിയറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ? ഹ്യൂമൻ ഇവല്യൂഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, പരിണാമ സിദ്ധാന്തം അല്ലേ? ഇതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്. ആരാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ, പിന്നെ ആരാ വന്നിട്ടുള്ളത്? ചാൾസ് ഡാർവിൻ, ഐസക് ന്യൂട്ടൺ, അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ്, എല്ലാ ജീവജാലങ്ങളും എന്താണ് ഇവല്യൂഷൻ ചെയ്തിട്ടാണ് രൂപപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞത് ആരാണ്? ചാൾസ് ഡാർവിൻ ആണ്. ദ തിയറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ അതാരാണ് കണ്ടുപിടിച്ചത്? ചാൾസ് ഡാർവിൻ ആണ്, മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ചാൾസ് ഡാർവിൻസ് ബുക്ക് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് പബ്ലിഷ്ഡ്? അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇവിടെ ഉള്ള ആ ബുക്കിൻ്റെ പേരൊന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഓൺ ദ ഒറിജിൻ ഓഫ് എ സ്പീഷീസ്. ഈ ഒരു പുസ്തകം അദ്ദേഹം എന്നാണ് പബ്ലിഷ് ചെയ്തത്? 1865, 1805, 1859, 1889. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? 1859 അദ്ദേഹം ആ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തത്. എന്നാണ്? 1859. അപ്പോൾ തിയറി ഓഫ് ചാൾസ് ഡാർവിനെ കുറിച്ച് നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് തിയറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. അത് പബ്ലിഷ് ചെയ്ത വർഷം 1859. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ, ഫോസിൽസ് അല്ലേ? ഫോസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവശിഷ്ടങ്ങളല്ലേ ഫോസിൽസ്. ഈ ഫോസിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫോസിൽസ് ആർ റിമെയിൻസ് ഓഫ്. ഫോസിൽസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അവശിഷ്ടങ്ങളാണ്? ഒൺലി ആനിമൽസ്, ഒൺലി പ്ലാന്റ്സ്, ഏൻഷ്യൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്, ഒൺലി ഹ്യൂമൻസ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3യിൽ എന്താണ് ഫോസിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമെയിൻസ് ഓഫ് ആൻഷ്യൻ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഗ്രൂപ്പ് ഓഫ് മാമൽസ് are considered the earliest ancestors of humans? ഹ്യൂമൻ്റെ ആൻസസ്റ്റേഴ്സ് ആണ് എന്ന് പറയപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് മാമൽസ് ഏതാണ്? ഹോമിനിഡ്സ്, ഹോമോസാപ്പിയൻസ്, പ്രൈമേറ്റ്സ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? പ്രൈമേറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. വിച്ച് ഗ്രൂപ്പ് ഓഫ് മാമൽസ് ആർ കൺസിഡേർഡ് ദ ഏർലിയസ്റ്റ് ആൻസസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻസ്? മനുഷ്യൻ്റെ പൂർവികർ എന്നറിയപ്പെടുന്ന ആരായിരുന്നു? എ കാറ്റഗറി ഓഫ് മാമൽസ് ആണ്. അതെന്താണ്? പ്രൈമേറ്റ്സ് ആണ്. മറക്കരുത്, പ്രൈമേറ്റ്സ് ആണ് ആൻസസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻസ്. നെക്സ്റ്റ് ഹോമിനിഡ്സിനെ കുറിച്ച് പഠിച്ചല്ലോ നമ്മൾ. പ്രൈമേറ്റ്സ് ആ ഒരു കോളം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? പ്രൈമേറ്റ്സ് പഠിച്ചു. പിന്നെ നമ്മൾ ഹോമിനോയിഡ്സ് ആണ് പഠിച്ചതല്ലേ? ഹോമിനോയിഡ്സ് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഹോമിനിഡ്സ് ആണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഹോമിനിഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? വാക്ക് ഓൺ 4 legs, 2 legs, വിങ്സ്, നൺ ഓഫ് ദിസ്. എന്താണ് കറക്റ്റ്? 2 legs ആണ് കറക്റ്റ് ആൻസർ. ഹോമിനിഡ്സ് 2 legs ആണ്. 4 legsനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? ഹോമിനോഡ്സ് ആണ്.
നോട്ട്സ്. ഇതാണ് 4 ലെഗ്സ്. ഇത് 4 ലെഗ്സ് ആണ്. ഹോമിനിഡ്സ് എന്ന് പറഞ്ഞാൽ 2 ലെഗ്സ്. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. വിച്ച് ഹ്യൂമൻ സ്പെഷീസ് ഈസ് കോൾഡ് ദ ടൂൾ മേക്കേഴ്സ്? ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടൂൾ മേക്കേഴ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹോമോ ഹെബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്, ആസ്ട്രലോപിക്കസ്. ഏതാണ്? ഹോമോ ഹെബിലിസ് ആണ് ദ ടൂൾ മേക്കേഴ്സ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഹോമോ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട 3 പഠിച്ചു. ഹോമോ ഹെബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഇതിനൊക്കെ ഓരോ പേരുണ്ട്, അത് ഓർത്ത് വെക്കുക. ഹോമോ ഹെബിലിസ് ഉള്ളത് ദ ടൂൾ മേക്കേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഹ്യൂമൻ സ്പീഷീസ് ഈസ് കോൾഡ് ദ അപ്രൈറ്റ് ഹ്യൂമൻസ്? ഹോമോ ഹെബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്, ഹോമിനൈഡ്സ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? നമുക്കറിയാം, ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസ് ദ അപ്രൈറ്റ് ഹ്യൂമൻസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. വിച്ച് ഹ്യൂമൻ സ്പീഷീസ് ഈസ് കോൾഡ് ദ വൈസ് ഓർ തിങ്കിങ് മാൻ? അതാരാണ് വൈസ് അല്ലെങ്കിൽ തിങ്കിങ് മാൻ? ഹോമോ ഇറക്ടസ്, ഹോമോ ഹെബിലിസ്, ഹോമോ സാപ്പിയൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഹോമോ സാപ്പിയൻസ് ആണ്. ഹോമോ സാപ്പിയൻസ്. അപ്പം നമ്മളിവിടെ 3 പഠിച്ചു. ഏതൊക്കെയാണ്? ദ വൈസ് ഓർ തിങ്കിങ് മാൻ, ഹോമോ സാപ്പിയൻസ്. നെക്സ്റ്റ് ദ അപ്രൈറ്റ് ഹ്യൂമൻസ്, ഹോമോ ഇറക്ടസ്. ദ ടൂൾ മേക്കേഴ്സ്, ഹോമോ ഹെബിലിസ്. ഇനി 11th. ദ ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ് ഈസ് കോൾഡ്. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഏജിനെ പറ്റി പഠിച്ചല്ലോ. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? പാലിയോലിത്തിക് ഏജ്. അല്ലേ? സ്റ്റോൺ ഏജിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്ത്. പാലിയോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക്. അല്ലേ? അതിൽ ഫസ്റ്റ് ഫേസാണ് എന്ത്? പാലിയോലിത്തിക് ഏജ്. ഫസ്റ്റ് ഫേസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ എഴുതുക? പാലിയോലിത്ത് ഏജ്. 12th ക്വസ്റ്റ്യൻ ആണ്. ദ മെസോലിത്തിക് ഏജ് ഹ്യൂമൻസ് യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്, സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ്, ബ്രോൺസ് ടൂൾസ്, അയൺ ടൂൾസ്. അപ്പം മെസോലിത്തിക് ഏജിൽ മനുഷ്യർ യൂസ് ചെയ്തത് റഫാണോ അല്ലെങ്കിൽ ഫൈൻ ആയിട്ടുള്ള ടൂൾസ് ആണോ അല്ലെങ്കിൽ ബ്രോൺസ് ടൂൾസ് ആണോ അയൺ ടൂൾസ് ആണോ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ്. എന്താണ് ഉപയോഗിച്ചത്? സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ്. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ. വിച്ച് പീരീഡ് സോ ദ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ? അപ്പോൾ അഗ്രികൾച്ചർ തുടങ്ങിയ ഒരു പീരീഡ് ഉണ്ട്. അത് ഏത് ഏജിലാണ്? പാലിയോലിത്തിക് ആണോ, മിസോലിത്തിക്, നിയോലിത്തിക് ആണോ, ബ്രോൺസ് ഏജ് ആണോ? നിയോലിത്തിക് ഏജ് ആണ്, മറക്കരുത്. അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്? നിയോലിത്തിക് ഏജ് ആണ്. പാലിയോലിത്തിക് ഏജിനെ പറ്റി നമ്മളൊരു കാര്യം പഠിച്ചു. എന്തായിരുന്നു? ഫസ്റ്റ് ഫേസ് എന്നാണ് പഠിച്ചത്. ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്. മിസോലിത്തിക്കിനെ പഠിച്ച് നമ്മൾ ഒരു പോയിന്റ് ഇപ്പം പഠിച്ചിട്ടുള്ളൂ. സ്മോളർ ഫൈൻ ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത് എന്ന്. ഇപ്പം നിയോലിത്തിക് ഏജിനെ പറ്റി ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പഠിച്ചു. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. അല്ലേ? കൃഷി ആരംഭിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിയോലിത്തിക് ഏജ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇൻവെൻഷൻ ടുക്ക് പ്ലേസ് ഇൻ നിയോലിത്തിക് ഏജ്? നിയോലിത്തിക് ഏജിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം നടന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? വിച്ച് ഇൻവെൻഷൻ ടുക്ക് പ്ലേസ് ഇൻ ദ നിയോലിത്തിക് ഏജ്? ഫയർ, റൈറ്റിംഗ്, വീൽ, അയൺ സ്മെൽറ്റിംഗ്. ശരിയായ ഉത്തരം വീലാണ്, ചക്രമാണ്. ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആണ് 15th ക്വസ്റ്റ്യൻ. ബിംബഡ്ക ഈസ് ലൊക്കേറ്റഡ്. ബിംബഡ്ക എവിടെയാണ്? ഉത്തർപ്രദേശിലാണോ, ഗുജറാത്തിലാണോ, മധ്യപ്രദേശിലാണോ, രാജസ്ഥാനിലാണോ? അപ്പം ഭീംബഡ്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മറന്നുപോയത്. ഭീംബഡ്ക ഈസ് ലൊക്കേറ്റഡ് ഇൻ മധ്യപ്രദേശ്. എന്താണ് ഭീംബഡ്കയുടെ പ്രത്യേകത? അവിടെ കേവ് പെയിൻറ്റിങ്സ് ആണുള്ളത്, ഗുഹാചിത്രങ്ങൾ. എന്താണുള്ളത്? കേവ് പെയിൻറ്റിങ്സ്. മറന്നുപോയത് ഭീംബഡ്കയെ മറന്നു പോകരുത്. മധ്യപ്രദേശ് കേവ് പെയിൻറ്റിങ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16th ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു കേവ് പെയിൻറ്റിംഗ് ആണ് ഭീംബഡ്കയിലുള്ളത്. അതെന്താണ് പറയുന്നത്? അവിടെ എന്താണ് കേവ് പെയിൻറ്റിങ്ങിൽ അവർ നമ്മളെ അറിയിച്ചത് എന്താണ് നമ്മളോട് പറയാൻ ശ്രമിച്ചത്? റിലീജിയൻ ഓഫ് ഹ്യൂമൻസ്, മനുഷ്യന്മാരുടെ മതത്തെക്കുറിച്ചാണോ? അല്ല. വാരിയഡ് വേയ്സ് ഓഫ് ലൈഫ് ഓഫ് ഏൻഷ്യൻറ്റ് ഹ്യൂമൻസ്. പണ്ടത്തെ മനുഷ്യരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത് അല്ലേ? ആ ഗുഹാചിത്രങ്ങളിൽ എന്താണ് കൊത്തിയിട്ടിരിക്കുന്നത്? വാരിയഡ് വേവ്സ് ഓഫ് ലൈഫ് ഓഫ് ഏൻഷ്യൻറ്റ് ഹ്യൂമൻസ്.
അപ്പോൾ ഭീംബഡ്കയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഭീംബഡ്ക സിറ്റുവേറ്റഡ് മധ്യപ്രദേശിലാണ്. അവിടെ കേവ് പെയിൻറ്റിങ്സ് ഉണ്ട്. അതിൽ വേരിഡ് വേവ്സ് ഓഫ് ലൈഫ് ഓഫ് ഏൻഷ്യൻറ്റ് വിമൻസ് ഉണ്ട്, ഏൻഷ്യൻറ്റ് ഹ്യൂമൻസ് ഉണ്ട്. നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ ആണ്. 17th ക്വസ്റ്റ്യൻ, ഓക്കെ, ഇൻ ദ പാലിയോളിത്തിക് ഏജ് ദ മെയിൻ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, മനുഷ്യർ എങ്ങനെയാണ് ഉപജീവന മാർഗം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു? അഗ്രികൾച്ചർ ആണോ, ഗാദറിങ് ആൻഡ് ഹണ്ടിങ് ആണോ, ട്രേഡിംഗ് ആണോ, ഫിഷിംഗ് ആണോ? ഓക്കെ, അഗ്രികൾച്ചർ ആണോ? അല്ല. പാലിയോളിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ് ആണ്. അപ്പോൾ അന്നേരം അഗ്രികൾച്ചർ ഒന്നും സ്റ്റാർട്ട് ആക്കിയിട്ടില്ല. അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത് ഏത് ഏജിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു നിയോലിത്തിക് ഏജിലാണ് എന്ന്. ഓക്കെ, അപ്പോൾ പാലിയോളിത്തിക് ഏജിൽ മനുഷ്യന്മാരുടെ ജോലിയൊക്കെ എന്തായിരുന്നു? ഗാദറിങ് ആൻഡ് ഹണ്ടിങ് ആണ്. ഓപ്ഷൻ ബി ആണ്, ഗാദറിങ് ആൻഡ് ഹണ്ടിങ്. നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ, ഇൻ ദ മെസോലിത്തിക് ഏജ് ക്ലോത്തിങ് വാസ് മെയ്ഡ് ഫ്രം. മെസോലിത്തിക് ഏജിൽ ഈ തുണിയൊക്കെ എവിടെ, എങ്ങനെയാണ്? കോട്ടൺ ആണോ, വൂളാണോ, ആനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ്, സിൽക്ക്? ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ആനിമൽ സ്കിന്നും ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ, ഇൻ ദ നിയോലിത്തിക് ഏജ് ഹ്യൂമൻ സ്റ്റാർട്ടഡ് മേക്കിംഗ്. ഈ നിയോലിത്തിക് ഏജിൽ മനുഷ്യൻ എന്താ നിർമ്മിക്കാൻ തുടങ്ങി? അയൺ വെപ്പൺസ്, ഗോൾഡ് ഓർണമെൻറ്റ്സ്, പോട്ടറി, കോട്ടൺ ക്ലോത്ത്സ്. നിയോലിത്തിക് ഏജിൽ പോട്ടറിയാണ് മേക്ക് ചെയ്യാൻ തുടങ്ങിയത്, പോട്ടറി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ നിയോലിത്തിക് ഏജിനെ കുറിച്ചിട്ട് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു, പിന്നെ ഇൻവെൻറ്റഡ് വീൽ, പിന്നെ സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. 3 ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, ദ ടൈം ബിഫോർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വാസ് ഏർലിയർ കോൾഡ്. ആദ്യം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? യേശുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള ആ ഒരു ഇത് എങ്ങനെ? BC AD CE BCE, എന്താണ് BC, ബിഫോർ ക്രൈസ്റ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നമുക്കിനി ഒരുപാട് ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു 4 പേജാണ് നമ്മൾ റിവൈസ് ചെയ്തത്. അതിൻ്റെ ഒരു നമ്മൾ മെയിനായിട്ട് പാലിയോളിത്തിക്, നിയോലിത്തിക്, അതേപോലെ മെസോലിത്തിക് അത് പഠിച്ചു. പിന്നെ ചാൾസ് ഡാർവിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഇവല്യൂഷൻ്റെ വേരിയസ് സ്റ്റേജസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? പ്രൈമേറ്റ്സ്, ഹോമിനൈഡ്സ് എന്ന് പറഞ്ഞാൽ 4 legs ആണ്. പിന്നെ 2 legs ഉള്ളതിന് ഹോമിനൈഡ്സ് എന്നാണ് പറയുക. ഹോമിനൈഡ്സ്. ഇതെന്താണ്? ഇത് 2 leg ആണ്, 2 leg. മറ്റേത് ഹോമിനോഡ്സ്. അപ്പോൾ നോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 4 ഓർമ്മിച്ച് വെക്കുക. പിന്നെ പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഓഫ് മാമൽസ് ആണ്. ഇനിയുണ്ട് നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.